ഹായ്, നമ്മൾ നോക്കാൻ പോകുന്നത് എക്സലിലെ ടെക്സ്റ്റ് ജോയിൻ എന്നുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ കുറച്ച് ഡേറ്റ ഞാൻ എടുത്തിട്ടുണ്ട്. എംപ്ലോയി ഐ ഡിയും നെയിം എന്നുള്ളൊരു ഡീറ്റെയിൽസാണ് നമുക്കുള്ളത്. നമുക്ക് ടെക്സ്റ്റ് ജോയിൻ എന്നുള്ളൊരു ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ടെക്സ്റ്റ് ജോയിൻ എന്നുള്ള ഫംഗ്ഷൻ ആദ്യം എടുക്കുന്നു. ആദ്യം ഡീലിമിറ്റർ എന്നുള്ള ഐറ്റമാണുള്ളത്. ഇവിടെ ഡീലിമിറ്റർ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് ഹൈഫൺ എന്ന് കൊടുക്കാം. ഡീലിമിറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈഫൺ കൊടുക്കാം, കോമ കൊടുക്കാം, സ്പേസ് കൊടുക്കാം. ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഡീലിമിറ്റർ ആയിട്ട് കൊടുക്കാം. ഇഗ്നോർ എംപ്റ്റി സെല്ല് നമുക്ക് കൊടുക്കാം. ട്രൂ കൊടുക്കുകയാണ്. ഓക്കെ, ടെക്സ്റ്റ് 1 ടെക്സ്റ്റ് 2 എന്നുള്ള നമ്മൾ ഡയറക്റ്റായിട്ട് ഇത്രയും സെലക്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഡീലിമിറ്റർ കൊടുത്തു, ഇഗ്നോർ എംപ്റ്റി സെൽ ട്രൂ കൊടുത്തു, ടെക്സ്റ്റ് ഓക്കെ കൊടുത്തു. നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യത്തെ സെല്ലുള്ള ഐറ്റം നമ്മൾ കൊടുത്ത ഡീലിമിറ്റർ ഇടയ്ക്ക് വരുന്നു, രണ്ടാമത്തെ സെല്ലുള്ള ഐറ്റം പിന്നെ ഡീലിമിറ്റർ വരുന്നു, പിന്നെ ലാസ്റ്റ്. ഓക്കെ, ഇൻ കേസ് നമുക്കിവിടെ ഏതെങ്കിലും കോളം ബ്ലാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൂ എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തതുകൊണ്ട് അത് കറക്റ്റായിട്ട് പുൾ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ട്രൂ എന്നുള്ള എല്ലാം ഫോൾസ് ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ സംബന്ധിച്ച് 2 ഹൈഫൺ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേസിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രൂ ഫോൾസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഫംഗ്ഷനാണിത്, ടെക്സ്റ്റ് ജോയിൻ. ഇവിടെ നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഹൈഫണായിട്ടുള്ള ക്വസ്റ്റ്യൻ മാർക്ക് വരും. ജസ്റ്റ് സ്പേസും വേണമെങ്കിൽ സ്പേസ് മാത്രം കൊടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ സ്പേസ് മാത്രം വരും. നമുക്ക് പ്ലസ് എന്നുള്ള സിമ്പിൾ ഇടണം, പ്ലസ് കൊടുക്കാം. അപ്പോൾ ഈ ഓരോ കോളം കഴിഞ്ഞിട്ട് ഐറ്റം കഴിഞ്ഞിട്ട് പ്ലസ് ആഡ് ചെയ്ത് വരും. ഇതാണ് ടെക്സ്റ്റ് ജോയിൻ എന്നുള്ളൊരു ഫംഗ്ഷൻ എക്സലിലുള്ള. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.